ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ഡബ്ല്യു ഡിലൈറ്റ്. ഇന്ന് കുറേ വിശേഷങ്ങൾ, അതേപോലെ ബർത്ത്ഡേയും എൻ്റെ കേക്കും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഇന്ന് നമ്മളൊരു പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം കുറച്ച് ഷർട്ടും പാൻസും ഒക്കെ അവനെ എടുക്കാനായിട്ടും അവനൊരു ഷൂസും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുൾ പർച്ചേസിങ്ങിനായിട്ട് എൻ്റെ തലേ ദിവസം ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പം നല്ല ലോങ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവൻ്റെ അച്ചാച്ചൻ്റെ അടുത്ത് പോയി സെറ്റിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ വെക്കേഷൻ മൊത്തം അവിടെ അടിച്ചൊളിക്കാനെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഷോപ്പിലും കൂടെ ഒന്ന് കയറി കേട്ടോ. നമ്മൾ ഷോപ്പിൽ കയറുന്നതെന്ന് വെച്ചാൽ കുറച്ച് ടബും അതേപോലെ കേക്ക്സും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോർമലി കുനാഫ, ചോക്ലേറ്റ്, റെഡ് വെൽവെറ്റ് ടബൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മാംഗോയും സ്ട്രോബെറി എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രിയോടെ കേക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഷോപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊല്ലത്തേക്കാണ് കേട്ടോ പോകുന്നത്. കൊല്ലത്തേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവനെയും കൂടെ ഒക്കെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഷോപ്പിലേക്ക് പർച്ചേസിങ്ങിന് പോകാൻ. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടി ഇതാണ് ഉച്ചയ്ക്കൊക്കെ ഒരു ടൈമിലൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. അതേ കണക്ക് സംസാരമാണ് കേട്ടോ. ഈ വണ്ടി എവിടെയാണോ നിർത്തുന്നത് അവിടെ വരെ സംസാരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. മോനെ പിക്ക് ചെയ്യാനായിട്ട് പോവുക. എൻ്റെ ഗെയിമർ പോയി ഇതായിരിക്കുന്നു കണ്ടോ. ഗെയിമൊക്കെ കളിച്ച് അവൻ ആഘോഷിക്കുകയാണ്. അവൻ്റെ വെക്കേഷൻ അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവനെയൊക്കെ സെറ്റ് ചെയ്ത് കണ്ട് ഒരുക്കി നമ്മൾ വീണ്ടും ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ കൊല്ലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കയറി കഴിഞ്ഞാൽ പിന്നെ അവന് വീഡിയോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്നെ ഒളിഞ്ഞ് നോക്കുവാണ് കേട്ടോ, വീഡിയോ എടുക്കുകയാണോ. പിന്നെ ഈ കാർ എത്തും വരെ ഇതെനിക്ക് തമാശയും കളിയും ചിരിയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാൺ സിൽസിലേക്കാണ് എടുക്കാനായിട്ട് പോകുന്നത്, ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ നിന്ന് എടുത്ത ഡ്രസ്സെല്ലാം നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ആ മോൻ ഇട്ടിരിക്കുന്ന അവിടുത്തെ ഒരു ഡ്രസ്സായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും അവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ലിഫ്റ്റിലേക്ക് കയറിയിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് ടീഷർട്ടും അതേപോലെ ഷർട്ടും ജീൻസും പാൻസും ഒക്കെ നോക്കി കേട്ടോ. അപ്പോൾ ഷർട്ട് ഞാൻ അവന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ബ്രാൻഡ് ഷർട്ടാണ് എടുത്തു കൊടുത്തത്. ബാക്കിയെല്ലാം ടീഷർട്ടാണ് കേട്ടോ. അവന് ഫുൾ സ്ലീവ് ആണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ടീഷർട്ട് ഫുൾ സ്ലീവ് ഉള്ളതൊക്കെ അവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ടീഷർട്ടൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഒരു 900, 1000 ആ റേഞ്ച്, 800 ഒക്കെ ഉണ്ടായിരുന്നു ടീഷർട്ട്സിന്. പിന്നെ ഷർട്ട് ബ്രാൻഡഡ് എടുത്തുകൊണ്ട് തന്നെ ആ ബ്രാൻഡ് ആ ഒരു വില ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുറച്ച് റേറ്റ് ഇച്ചിരി ഒന്ന് കൂടിയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴൊക്കെ പർച്ചേസിങ്ങിന് പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നി കേട്ടോ. അതിനുശേഷം ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ അവൻ്റെ ഷൂ ഒക്കെ ഒന്ന് നോക്കാൻ പോയി. അങ്ങനെ ഷൂസിനും കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷൂസും എല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളുടെ കുറച്ച് കേക്കിൻ്റെ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് പെട്ടെന്ന് ഞാനൊന്ന് ഒട്ടിച്ച് കാണിക്കുവാണ് കേട്ടോ. നമുക്ക് മാംഗോ കേക്കും അതേപോലെ ചോക്ലേറ്റിൻ്റെ ഫെററോ റോഷർ കോമ്പിനേഷനാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് രാവിലെ ആയപ്പോഴത്തേക്ക് അവന് കുളിക്കാനായിട്ട് വേണ്ടി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കുകയാണ്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ വന്ന് ഇവിടെയൊക്കെ ഒതുക്കുവാണ്. ആസ് യൂഷ്വൽ നമ്മളുടെ നോർമൽ ഒരു ദിവസം നമുക്ക് തിരക്കുണ്ട് എങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് കേക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു സ്ലോഗൻ അതാണ്. എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തലേന്നേ അതൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കുമല്ലോ. അപ്പോഴായിരിക്കും നൈറ്റോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഓരോ കേക്കുകൾ നമുക്ക് ഓർഡേഴ്സായിട്ട് വരുന്നത്. അതേപോലെ തന്നെയാണ് ഞാനത് പ്രതീക്ഷിച്ച് തന്നെയാണ് നിന്ന് കേട്ടോ. എന്നുവെച്ചാൽ ഇന്ന് നമുക്ക് ഇച്ചിരി തിരക്കുണ്ട്, രാവിലെ അമ്പലത്തിലൊക്കെ പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഇതാ വരുന്നത്. എവിടുന്നാണെന്നറിയാൻ വയ്യ, അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ വിളിച്ച് കട്ട് പീസ് ഉൾപ്പെടെ വിത്തൗട്ട് ക്രീം ഉൾപ്പെടെ കേക്കുകൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതൊരു പൈനാപ്പിൾ കേക്കാണ് കേട്ടോ. 2 kg കേക്കിൽ ഒരു 50 പീസസോളം ഒക്കെയാണ് കട്ട് പീസ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു 44 പീസസാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ വിത്തൗട്ട് ക്രീം ആകുമ്പോൾ ഈ ഒരു സൈസിലായിരിക്കും കേട്ടോ എപ്പോഴും കട്ട് ചെയ്യുന്ന. ഒരാൾക്ക് കഴിക്കണമല്ലോ ഒരു പീസെങ്കിൽ. അടിപൊളി സോഫ്റ്റ് ഒരു സ്പഞ്ചാണ് പൈനാപ്പിളിൻ്റെ. അപ്പോൾ ഇത് നല്ലൊരു എമ്മി കേക്കും കൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ക്രീം ആണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഞാനൊരു 44 പീസസോളം അതിനെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വിടുവാണ്. ഇത് നമുക്ക് അടുത്ത് തന്നെ ഡെലിവറി ചെയ്യേണ്ട ഒരു കേക്കും കൂടെ ആയിരുന്നു. ഒരു ഉച്ചയോട് കൂടി ചെയ്യേണ്ട ഒരു കേക്കാണ്. അപ്പോൾ രാവിലെ ഒരു 7 മണി ടൈമിലാണ് കേട്ടോ ഈ ഒരു വർക്കൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ പണിയൊക്കെ തുടങ്ങി. അപ്പോൾ അന്നത്തെ ദിവസം ഡെക്കറേഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ബാനർ എടുത്ത് ചേട്ടത്തി അവിടെ കെട്ടി വെക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യെത്തില്ലെങ്കിൽ നമ്മളുടെ കോർഡിനേഷൻ ഇല്ല എങ്കിൽ പ്രത്യേകിച്ച് ഡെക്കറേഷൻ വർക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയായിട്ട് ഞാൻ ഇതേന്നും പറഞ്ഞ, അതായത് നമ്മളുടെ മോൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് തന്നെ നിന്ന ഒരു ടൈമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അങ്ങേ പ്രാവശ്യം ഒന്നും നല്ലപോലെ ഒന്നും നമുക്ക് കട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു വാശിയായിരുന്നു മോൻ്റെ ബർത്ത്ഡേ അതേപോലെ അടിപൊളിയാക്കി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യങ്ങളും എടുക്കാതെ തന്നെ ആ ഒരു കേക്കിൽ മാത്രം, ആ ഒരു വർക്കിൽ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പോൾ
അപ്പോൾ ആ ഒരു കേക്ക് ഇതായിരുന്നു കേട്ടോ. അന്ന് പിന്നെ അവന് വേണ്ടിയിട്ടേന്ന് പറഞ്ഞ ഒരു 2 ദിവസം അവന് വേണ്ടിയിട്ട് മാത്രം ഞാൻ സ്പെൻഡ് ചെയ്ത കുറേ കാര്യങ്ങളും ബ്രൗണീസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫംഗ്ഷനായിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത്. അപ്പോൾ ഈ പ്രാവശ്യം ഷോപ്പും കൂടെ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇത്തിരി പാടായിരുന്നു കേട്ടോ. ഇച്ചിരി തിരക്ക് അല്ലെങ്കിലും കൂടുതലാണ്. അപ്പോൾ അതാണ്ട് ഇതായിരുന്നു നമ്മളുടെ കേക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. അതുപോലെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിലെ ഈ ഒരു ക്രിസ്റ്റൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇവിടെ നമ്മുടെ കൊല്ലത്തൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സെൻറ്റർ പോർഷനിൽ നിൽക്കണം. അപ്പോൾ താഴത്തെ കേക്കിൻ്റെയും കാട്ടി വെയിറ്റ് കുറവായിരിക്കണം, മേളിൽ അത്ര ഒരു ഇതേ ഉള്ളൂ, കറക്റ്റ് നിന്നോളും കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് 8 ഇഞ്ചിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. മേളത്തെ 6 ഇഞ്ചും താഴത്തെ 8 ഇഞ്ചിലും. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ തന്നെ അതൊന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കെയർ ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുകയും വേണം. ബർത്ത്ഡേ കാരൻ കട്ട് ചെയ്തിട്ട് ഓടുവാണ് കേട്ടോ. മുഖത്ത് തേക്കോ മുഖത്ത് തേക്കും. അറ്റ് ലാസ്റ്റ് ഞാൻ തന്നെ മുഖത്ത് തേച്ചു. അതിനുശേഷം പിന്നെ ഓരോരുത്തരും വന്ന് മുഖത്ത് തേക്കുന്നുണ്ട് കേട്ടോ. അവസാനം അവൻ ചെള്ളയൊക്കെ പൊത്തി പിടിച്ചിട്ടാണ് കേക്കൊക്കെ വായിലോട്ട് ഇരിക്കുന്നത് തന്നെ. അപ്പോൾ അതിനുശേഷം നമ്മളെ തക്കടും അവിടെ ഇരുന്ന് ഭയങ്കര കൂലാട്ടോ. എനിക്കും കാണണം എന്തുവാ നടക്കുന്നത്. അപ്പോൾ അതാ ഈ തക്കടും എൻ്റെ പെറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഇത് കാണണം. അപ്പോൾ അവനോട് ഇരുന്നങ്ങ് സംസാരിക്കും, എന്നെയും കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവൻ എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ട് കേക്ക് കഴിക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. പക്ഷേ അവൻ അതിൻ്റെ തക്കട് മാത്രം കേക്ക് കഴിക്കത്തില്ല കേട്ടോ. തക്കടിന് കേക്ക് കാണുന്നത് കേക്ക് ഉണ്ടെങ്കിൽ അവൻ്റെ സൈഡിലോട്ട് വരുത്ത് പോലും ഇല്ല. എന്താ ഒരു അച്ചടക്കമുള്ള കുട്ടിയാണെന്നറിയോ. കേക്ക് വായി വെച്ചിട്ട് പോലും അവൻ കഴിക്കത്തില്ല കേട്ടോ. അപ്പം നമ്മളുടെ കേക്ക് എന്ന് പറയുന്നത് ഫെറോറോ റോഷറിൻ്റെ ഇൻസൈഡ് ഇച്ചിരി നട്ട് ഫില്ലിങ്സ് കൂട്ടിയിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഒരുപാട് ഇഷ്ടമല്ല. പിള്ളേർക്ക് വേണ്ടിയിട്ട് അവരുടെ നിർബന്ധം കാരണമാണ് കേട്ടോ ചോക്ലേറ്റ് എപ്പോഴും ഫ്ലേവറായിട്ട് വെക്കുന്നത്. പിന്നെ താഴോട്ടുള്ളത് മാംഗോ ഫ്ലേവറായിരുന്നു. പൊള്ളിയായിരുന്നു കേട്ടോ. അടിപൊളി ഒരു ഫ്ലേവറാണ് മാംഗോ. അങ്ങനെ താണ്ടതാ മാക്ക വെട്ടി വിടുന്നുണ്ട് ചേട്ടത്തി. എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെയാണ് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് അവൾ നോക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ചതിനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇതാണ്ട് ഉച്ചയ്ക്കത്തെ ഫുഡാണ് കേട്ടോ. അപ്പോൾ ഫുഡ് നമ്മൾ ചിക്കൻ ബിരിയാണിയും പായസം ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒക്കെ വിളമ്പിയിട്ട് ഓരോരുത്തരായിട്ട് അങ്ങോട്ട് കഴിക്കാനിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു തീറ്റി മത്സരം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശന്നിട്ട് ഞാൻ സൈഡിലോട്ട് ഒരു പ്ലേറ്റും എടുത്ത് പോയിരുന്ന് മാറിയിരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മളെ കേക്ക് കട്ടിങ്ങിലും ഈ ഒരു ഫുഡിലും ഒക്കെ മിസ്സായ ഒരാളുണ്ട് കേട്ടോ. പൊന്നൂസ് അനീതിയുടെ മോനാണ്. അപ്പോൾ അനീതിയും ഹസ്ബൻഡും മോനും ഒക്കെ ആയിട്ട് താമസിച്ചാണ് കേട്ടോ വന്ന. കാര്യം എന്ന് വെച്ചാൽ പൊന്നൂസിൻ്റെ അഡ്മിഷൻ ദിവസമായിരുന്നു കേട്ടോ അന്ന്. താണ്ട വന്നു കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കും എന്താണ് നീ താമസിച്ചേ വരാൻ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ ഡാൻസും പാട്ടും പിന്നെ എന്തൊക്കെ കാണിക്കണം അവനെല്ലാം അവിടെ കാണിക്കും കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഞാനൊരു ചോക്ലേറ്റ് ചോദിച്ചാണ് എനിക്കും തന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തേട്ടാ. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെങ്കിൽ എടുത്ത് കേട്ടോ. തറയിൽ നിൽക്കുമ്പോഴല്ലേ കുരുത്തക്കേടുള്ളൂ. എന്നാൽ പിന്നെ കയ്യിലിരിക്കട്ടെ എന്ന് വെച്ചാൽ എങ്കിലും ഒരു കാര്യമില്ല കേട്ടോ. അവസാനം നമ്മളുടെ കൈ കുടിയുന്നല്ലാതെ അവൻ എന്താ സൂപ്പർമാനായിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ വരുമ്പോഴൊക്കെയാണ് പിള്ളേരൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടൊരു വൈബ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഒത്തുകൂടുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇതിനൊക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ എല്ലാവരും രാവിലെയൊക്കെ വരും. അപ്പോൾ ആദ്യമേ അറ്റൻഡൻസ് വെക്കുന്ന എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയെന്ന് പറയുന്ന ആ ചേട്ടൻ്റെ അമ്മയാണ്. അപ്പോൾ അടുത്തായിട്ട് തന്നെ അമ്മയാണ് എനിക്ക് എപ്പോഴും ഹെൽപ്പിന് ഓടിയൊക്കെ വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തപ്പോഴാണ് തക്കട് ചാടിയും കയറിയിട്ട് എന്നെയും കൂടെ കാണിക്കൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവനും കയറി, അവനും ഇരിക്കട്ടെ. അങ്ങനെ പിന്നെ ഒരു വൈകിട്ടൊക്കെ ആവും വരെയും ബഹളമാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് കത്തി വെച്ച് പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായയൊക്കെ ഇട്ടു, ചായയൊക്കെ കുടിച്ചു. അപ്പം നമ്മളുടെ പൊന്നൂസ് അവിടെ കാണിക്കുന്നുണ്ടോ. അവൻ എൻ്റെ ഡൗരി ലിറ്റിൻ്റെ നമ്മളെ സ്റ്റിക്കർ ലോഗോ ഉണ്ടല്ലോ അവൻ്റെ പാൻറ്റിലും ഷർട്ടിലും ഒക്കെ ആ ലോഗോ ഒട്ടിച്ച് വെക്കുവാണ് കേട്ടോ. അപ്പോൾ പബ്ലിസിറ്റിക്ക് ഇനി ആളെ വേണ്ടി വരത്തില്ല, അവൻ തന്നെ അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുടെയൊക്കെ ടൈമായി. സന്ധ്യ സമയപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ പിരിഞ്ഞു തുടങ്ങുവാണ്. അപ്പം അനിയത്തിയും മോനും ഒക്കെ പോവാണ് കേട്ടോ. അപ്പോൾ അവൻ പോകുന്നില്ല, അവൻ വന്ന് ബോൾ കളിക്കുവാണ് കേട്ടോ. പന്ത് കളിക്കാണ്, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ്റെ അമ്മ പോകുന്ന കണ്ടിട്ട് അവൻ ആ പന്തൊക്കെ അവിടെ ഇട്ടിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോവുകയാണ് കേട്ടോ. അമ്മയെന്ന് പറഞ്ഞാൽ അവൻ മരിക്കുവേ. തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളപ്പാട്ടിന്റെ കൂട്ടുകാരി മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ മലേറെ ഇഷ്ടം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ. അങ്ങനെ രാത്രി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അമ്മയായിട്ടിരുന്ന് കത്തിയടിക്കണം കേട്ടോ. ഞാനും അമ്മയും അവസാനം. അപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും ഒക്കെ പോയി. തക്കുടു എൻ്റെ ഇടയ്ക്ക് കയറി കേട്ടോ. തക്കുടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തക്കുടിൻ്റെ അടുത്ത് സംസാരിക്കണം, തക്കുടുമായിട്ട് സംസാരിക്കണം, തക്കുടുമായിട്ട് കളിക്കണം, തക്കുടിന് ഉമ്മ കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് അമ്മയായിട്ട് സംസാരിക്കുന്നൊന്നും ഇഷ്ടമല്ല. അങ്ങനെ അമ്മയെടുത്ത് പോയി കൊത്തൊന്നും മിണ്ടായിരിക്കും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കൊത്തു കൊടുക്കുകയാണ് കേട്ടോ. എന്താ കുരുത്തക്കേടെന്ന് നിങ്ങൾ കണ്ടില്ല. അവിടെ കിടന്ന് മറിഞ്ഞൊക്കെയാണ് കളിക്കുന്നത്. ഈ ഒരു ബേർഡ് എന്ന് പറയുന്നത് സൺകുനൂറാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മളായിട്ട് ഇണങ്ങും. ഇതെല്ലാം അവൻ്റെ ഒരു കളികളൊക്കെയാണ് കേട്ടോ. ഭയങ്കര
സ്നേഹമാണ്. അപ്പം ഇവനെ ഞാൻ സെൽഫി ക്യാമറയിലൂടെ കാണിച്ചത്. അപ്പം അവൻ നോക്കുവാണ്, ഞാനല്ലാതെ വേറെ ആരെവിടെ എന്നൊക്കെ നോക്കുവാണ്. ദേഷ്യമാണ് കേട്ടോ. അവൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ പൊസസീവ് ഒരു ബേർഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ആയിരുന്നു വിശേഷം. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കടന്നുപോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്ത് കാണരുത് കേട്ടോ. മാക്സിമം സപ്പോർട്ട് തരണം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.